ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിൽ ഏറ്റവും പ്രിയയായ ഒരു നേതാവാണ് എന്ന് പറയാറുണ്ട്. അവരെവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും അവരുടെ വോട്ടിൻ്റെ ശതമാനം കൂട്ടും. ജയിക്കാൻ പറ്റിയിട്ടില്ല, അത് വേറെ വിഷയം. വോട്ടിൻ്റെ ശതമാനം കൂട്ടും, തീക്ഷ്ണമായ ഭാഷയിൽ സംസാരിക്കും. പിന്നെ ഒരു പരിധിവരെ ജനങ്ങൾക്ക് കുറച്ചെങ്കിലും വിശ്വാസം ഉണ്ട് എന്ന് തോന്നുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. പക്ഷേ ശോഭാ സുരേന്ദ്രന് വടി അറിയാവുന്നതിന് അടിക്കാൻ അറിയാവുന്നതിൻ്റെ വടി കൊടുക്കില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. കെ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾ ജീവൻ പോയാലും അവിടെ കൊടുക്കില്ല. അപ്പം അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ശോഭാ സുരേന്ദ്രനുണ്ട്. നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, ശോഭാ സുരേന്ദ്രൻ്റെ പടം തല്ലിപ്പൊളിക്കുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ ഫ്ലക്സ് തല്ലിപ്പൊളിക്കുന്നതും ഒക്കെ കണ്ടു. അപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് തോൽപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പറയാതെ ഇപ്പം നടക്കുന്നുണ്ട്. പക്ഷെ ശോഭാ സുരേന്ദ്രൻ ഇത് തൻ്റെ നേതാക്കളോട് പറയാൻ പറ്റില്ല. ശോഭാ സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവിൻ്റെ നേരെയെടുത്ത്. എന്താ പാലക്കാട്ടെ അവസ്ഥ? പാലക്കാട് നഗരസഭയിൽ മഹാഭൂരിപക്ഷത്തോടെ ഭരിക്കുന്നത് ബി ജെ പിയാണ്. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അവിടെ ഭൂരിപക്ഷം കോൺഗ്രസിനാണ്. ഇനി സി പി എമ്മിന് വോട്ടുണ്ട്, 13,000-ഓളം വോട്ട് സി പി എമ്മിനുണ്ട്. എന്ന് പറഞ്ഞാൽ ബി ജെ പി വിരുദ്ധർക്ക് അവിടെ വലിയ തോതിൽ, എന്ന് പറഞ്ഞാൽ 3/2 അല്ലെങ്കിൽ 4 അങ്ങനെയൊക്കെ പറയാവുന്ന തരത്തിൽ ഒരു പകുതിയിൽ എന്തായാലും വളരെ കൂടുതൽ വോട്ടുണ്ട്. അപ്പോൾ അടുത്ത തവണ പാലക്കാട് നഗരസഭ പിടിക്കാമെന്നൊരു ആഗ്രഹം കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അവരെത്രത്തോളം തമ്മിൽ തല്ലില്ലാതെ നിൽക്കുമെന്ന് എനിക്കറിയില്ല. തമ്മിൽ തല്ലില്ലാതെ നിൽക്കുകയും കെ മുരളീധരനെ പോലെ ഒരാളെക്കാണ് അവിടെ ചുമതല കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ചുമതലയിൽ കെ മുരളീധരൻ നന്നായി പ്രവർത്തിക്കുകയും ചെയ്താൽ ബി ജെ പിയുടെ ഭരണം മട്ടിമറിക്കാം, കോൺഗ്രസിന് വരാം. അതാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് നില. മാത്രമല്ല, സി കൃഷ്ണകുമാറിനെതിരായി വന്ന വികാരത്തിലൊരു വലിയ പങ്ക് അവിടുത്തെ നഗരസഭാ ഭരണത്തിനെതിരായ വികാരം കൂടിയാണ് എന്ന് പലരും പറയുന്നുണ്ട്. കാരണം കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ് അവിടുത്തെ നഗര ഭരണത്തിൽ പ്രധാനമായി വയ്ക്കുന്നത്. അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കാൻ ഒരുങ്ങി എന്ന് വരെ നമ്മൾ കേട്ടതാണ്. കൃഷ്ണകുമാറിനും ഭാര്യയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വെച്ച് ആ കോക്കസിനോടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും തൽക്കാലം അവർ രാജിവെച്ചില്ല. പക്ഷെ രാജിവെക്കുന്നേക്കാൾ വലിയൊരു പണി അവർ കൊടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച് മുനിസിപ്പാലിറ്റി ചെന്നപ്പോൾ ലഡ്ഡു വാങ്ങി ആദ്യം തന്നത് ഈ മുനിസിപ്പൽ ചെയർപേഴ്സണാണ്. സുരേന്ദ്രന് സഹിക്കില്ല. അപ്പോൾ ആകെ കൺഫ്യൂഷനായി അവിടുത്തെ മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയിൽ ചിലപ്പോൾ ഭരണം പോകാൻ സാധ്യതയുണ്ട് എന്നൊരവസ്ഥ വന്നു. അപ്പോഴാണ് ട്രംപ് കാർഡ് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വരുന്നത്. ശോഭാ സുരേന്ദ്രൻ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ പാലക്കാട് ഒരു സീറ്റെങ്കിലും, ഒരു കൗൺസിലറെങ്കിലും കൂടുതൽ പിടിക്കാൻ കഴിയുമോ? ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് ഒരു 12 കൗൺസിലറെങ്കിലും കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ്. അതറിയില്ല, അത് വരട്ടെ. അപ്പോൾ അത് വി ഡി സതീശനോടാണ് വെല്ലുവിളി. സതീശൻ ഏറ്റെടുക്കുമല്ലോ എന്നുള്ളത് നമുക്കറിയില്ല. പാലക്കാട് ഭരണം പിടിക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് സതീശൻ പറഞ്ഞിട്ടുള്ളത്. അത് നടക്കുമോ നടക്കില്ലോ എന്നൊക്കെ ചരിത്രം തെളിയിക്കട്ടെ. പക്ഷേ ഉള്ള കൗൺസിലർമാർ പോവാതെ നോക്കണം ശോഭാ സുരേന്ദ്രൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കയ്യിലുള്ളത് ചിലപ്പോൾ പോകും. സന്ദീപ് വാര്യരുടെ കൂടെ പലരും പോകാൻ സാധ്യത. ഇനി ഒടുവിൽ ശോഭാ സുരേന്ദ്രനും പോകുമോ എന്ന കാര്യമാണ് നമുക്ക് അന്വേഷിക്കാനുള്ളത്. അവർ വേണമെങ്കിൽ പറയായിരിക്കും, നിങ്ങളിപ്പോൾ പത്രക്കാർ ചോദിച്ചാൽ പറയേ ഞാൻ പോവില്ല, ഞാൻ നിൽക്കും. സന്ദീപ് വാര്യരും അങ്ങനെയല്ലേ തലേസമരം പറഞ്ഞിരുന്നത്? സരിനും അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? ഞാൻ പോവില്ല എന്നല്ലേ പറഞ്ഞ്. അപ്പോൾ ഈ പോവലെന്നൊരു വലിയ വിഷയമുള്ള കാര്യമല്ല. പോയാൽ അപ്പുറത്ത് പോയി ഇതാവാം. മാത്രമല്ല ബി ജെ പിയിൽ ഇന്നാലും ഇനി വലിയ കാര്യമൊന്നുമില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വലിയ ആദർശമൊന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഒരു MLA പോയിട്ട് പോലും ആവാൻ പറ്റുന്നില്ല. ഇനി ശോഭാ സുരേന്ദ്രൻ അവകാശവാദം കുറേ കൂടി മുമ്പോട്ട് നീട്ടിയെറിഞ്ഞു. തിരുവനന്തപുരവും തൃശ്ശൂരും, ഭാഗ്യം എറണാകുളം എന്ന് പറഞ്ഞില്ല, കണ്ണൂരെന്നും പറഞ്ഞില്ല, കോഴിക്കോടൊന്നും പറഞ്ഞില്ല. തിരുവനന്തപുരവും തൃശ്ശൂരും നഗരസഭ ഞങ്ങൾ പിടിക്കും. സത്യത്തിൽ തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ മേയറും അദ്ദേഹത്തിന്റെ പാർട്ടി സംഘവും കൂടി ചെയ്യുന്ന പണി കണ്ടാൽ ആരും അവിടെ ജയിച്ചു പോകും. കാരണം അവരല്ലാതെ ആര് വന്നാലും വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ തിരുവനന്തപുരം നഗരസഭ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് അവിടെ ദുർബലമാണ്. പൊതുവെ CPM വിരുദ്ധ വോട്ടുകൾ അധികവും BJPക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്ര വിരോധം CPMനോട് അവിടെ ജനങ്ങൾക്കുണ്ട്, മേയറോടും അടക്കമുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വിദൂര സാധ്യത BJPക്ക് ചിലപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടായേക്കാം എന്ന് വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ തൃശ്ശൂരെ കളി വേറെ. തൃശ്ശൂർ നടക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായി പറയാൻ പറ്റും. തൃശ്ശൂര് LDF UDF തന്നെയാണ് അവിടുത്തെ പ്രധാന ശക്തികൾ. ചില പോക്കറ്റുകളിൽ BJP ഉണ്ടല്ല എന്ന് പറയുന്നില്ല. പക്ഷേ തൃശ്ശൂർ ഭരണം പിടിക്കും എന്നൊക്കെ പറയണമെങ്കിൽ വല്ലാത്ത ചങ്കൂറ്റം തന്നെ വേണം.
അത് ശോഭാ സുരേന്ദ്രൻ ഒരു വാശിക്ക് പറഞ്ഞു പോയതാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും തൃശ്ശൂർ സ്വപ്നമാവും, തിരുവനന്തപുരത്ത് ചിലപ്പോൾ യാഥാർത്ഥ്യമാവും, പക്ഷെ പാലക്കാട് ഭരണം പോവും എന്ന കാര്യവും ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ കൗൺസിലർമാർ കൂടുതൽ കോൺഗ്രസിന് കിട്ടുമല്ലോ, LDFന് കിട്ടിയേക്കാം. അങ്ങനെ വന്നാൽ BJPക്ക് ഇപ്പോൾ ഈ പറഞ്ഞ വെല്ലുവിളിക്ക് യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ തൽക്കാലം തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരും നടത്തുന്ന വെല്ലുവിളി മാത്രമാണ്.